എൻ്റെ സഹോദരി, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. 1 രാജാക്കന്മാർ 11 അധ്യായം 29 മുതൽ 32 വരെയും 12 അധ്യായം 19 വാക്യവും. ഒരു ദിവസം ജെറോബോവാം ജെറുസലേമിൽ നിന്നും പുറത്തു പോകവേ ഷിലോന്യനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി. അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. ആ വെളിം പ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി എടുത്ത 12 കഷ്ണങ്ങളായി കീറി. അവൻ ജെറോബോവാമിനോട് പറഞ്ഞു, 10 കഷ്ണം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സോളമൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത 10 ഗോത്രങ്ങൾ നിനക്ക് തരും. എൻ്റെ ദാസനായ ദാവീദിനെ ഓർത്തും ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തെ ഓർത്തും അവന് ഒരു ഗോത്രം നൽകും. അങ്ങനെ ഇസ്രായേൽ ദാവീദിൻ്റെ ഭവനത്തോട് ഇന്നും കലഹത്തിലാണ്. ദൈവമായ കർത്താവിന് സ്തുതി. എൻ്റെ സഹോദരി, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ശംശയുടെ പരിശുദ്ധ വിശേഷം 7 അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അവൻ ടയർ പ്രദേശത്തു നിന്നും പുറപ്പെട്ട സീദോൻ കടന്ന ദെക്കാപോളിസ് പ്രദേശത്തുകൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു. തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു. അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.